ഈ ലോകത്തിന്റെ ഒരു അരൂപിയുണ്ടല്ലോ, അത് അതിശക്തമായിട്ട് കാലഘട്ടത്തില് നമ്മുടെ ചുറ്റുപാടിനെ, തലമുറകളെ, മക്കളെ ഇങ്ങനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുക, അത് ശക്തിച്ചിട്ടിരിക്കുക, കെട്ടപ്പെട്ട അവസ്ഥയാണ്. പരിശുദ്ധാത്മാവിനാൽ ഒരു ദൈവ പൈതൽ നയിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു തിരിച്ചറിവ് കിട്ടണം, ആദ്യം സുബോധം കിട്ടണം. എന്താണ്? എന്നെ ഇന്ന് ഇപ്പോൾ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അരൂപി പരിശുദ്ധാത്മാവിന്റെ അരൂപിയല്ല, അത് ലോകത്തിന്റെ അരൂപിയാണ്, അത് ജഡത്തിന്റെ ആത്മാവാണെന്ന് ഒരാത്മാവിന് മനസ്സിലായാൽ മാത്രമേ അതിന്ന് പുറത്തു വരാൻ പറ്റൂ. നമ്മൾ വചനം കേൾക്കണമെന്ന് പറയുന്നത്, അല്ലെ, ബൈബിള് വായിക്കണം, വചനം കേൾക്കണം, ശുശ്രൂഷകളിൽ പങ്കെടുക്കണം എന്നൊക്കെ പറയുന്നതിനാ? ഇതെന്തിനാ? ഈ തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി, സുബോധം കിട്ടാൻ വേണ്ടിയാ. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോ അനേകർക്ക് ഈ ബോധ്യം കിട്ടും. എന്താണ്? എന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ഇന്നോളം എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ലോകത്തിന്റെ അരൂപിയാണ് എന്ന് വചനം കേൾക്കുമ്പോൾ ഒരാത്മാവിന് തിരിച്ചറിവ് കിട്ടും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം വളരെ കൃത്യമായിട്ട് പൗലോസ് എഴുതുന്നുണ്ട്. അതിൽ 5-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളില് ജഡത്തിന്റെ വ്യാപാരങ്ങളെ കുറിച്ചും ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ജഡത്തിന്റെ വ്യാപാരങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരാൾക്ക് ആത്മാവിന്റെ അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ജഡത്തിന്റെ പ്രേരണകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാത്മാവിന് ആത്മാവിന്റെ അഭിലാഷങ്ങളെ, ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ആത്മാവിന്റെ പ്രവർത്തനവും ജഡത്തിന്റെ പ്രവർത്തനവും ഒരുമിച്ച് പോകില്ല. എന്നിട്ട് പൗലോസിൽ പറയാണ്, ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ജഡത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ്ലിഹ ഏതാനും കാര്യങ്ങൾ പറയുന്നുണ്ട്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത് കേട്ടോട്ടാ, നമ്മൾ നയിക്കപ്പെടുന്നത് ജഡത്താലാണോ, ജഡത്തിന്റെ ആത്മാവിനാലാണോ, ലോകത്തിന്റെ ആത്മാവിനാലാണോ എന്ന് വിവേചിച്ചറിയണം. ഇത് കേൾക്കുമെങ്കിലും വിവേചിച്ചറിയണം. ഏതെങ്കിലും അരൂപികൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വിടുതൽ കിട്ടേണ്ട വിഷയമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഇദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ്. ഇത് ജഡത്താൽ നയിക്കപ്പെടുന്നവരായതുകൊണ്ട് പൗലോസിലേക്ക് കൂട്ടിച്ചേർക്കും, ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങളോട് നൽകിയ താക്കീത് ഇപ്പോൾ ഇതാ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോ ജഡത്തിന്റെ അരൂപിയാൽ, ലോകത്തിന്റെ അരൂപിയാൽ ഒരാത്മാവ് നയിക്കപ്പെടുമ്പോ ഒരിക്കലും ആത്മരക്ഷയുടെ അനുഭവത്തിലല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ ആത്മരക്ഷയുടെ വഴികളിലോ ആത്മരക്ഷയുടെ അനുഭവത്തിലല്ല എങ്കിൽ മരിച്ചതിന് ശേഷം ഒരൊറ്റ നിമിഷം കൊണ്ട് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഒരു ആത്മാവും പ്രവേശിക്കില്ല. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കേണ്ടതുണ്ടെന്നും പരിശുദ്ധാത്മാവിനാൽ ഞാനും നിങ്ങളും നയിക്കപ്പെടേണ്ടവരാണെന്നും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ അത് ആത്മാവിനാൽ നയിക്കപ്പെടാത്തവർ ക്രിസ്തുവിന്റെ സ്വന്തമല്ല എന്ന് റോമ 8:9 വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാൽ മാത്രമേ ക്രിസ്തുവിന്റെ സ്വന്തമായി ആത്മരക്ഷയുടെ വഴികളിൽ ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ പറ്റൂ. നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനും ആത്മാവിന്റെ അഭിഷേകത്തിനൊക്കെ ആദ്യ സ്റ്റെപ്പുകളാണിത്. എന്ത്? നമ്മൾ വിവേചിച്ചറിയാന്നുള്ളത്. നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണോ? നമ്മൾ ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബുദ്ധി, നമ്മുടെ വികാരങ്ങള്, നമ്മുടെ ആലോചനകള്, നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ സംസാരം, പ്രവൃത്തി, ഇതൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണോ എന്ന് വിവേചിക്കണം.